welcome to my new video. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ ഒരു 4-5 വട്ടത്തിൽ കൂടുതൽ ഞാൻ ഒരുപാട് റിഹേഴ്സൽ ചെയ്തു. കാരണം ഈ കാര്യങ്ങൾ പറയാമോ, അല്ലെങ്കിൽ ഇത് പറയാൻ പാടുണ്ടോ, ഇല്ലെങ്കിൽ ഇത് പറയാൻ പാടില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നെങ്കിൽ ഐ ആം റിയലി സോറി. ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ടുള്ള തിങ്സ് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ മരുമകൾ പോരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഒരു നല്ല അമ്മായിയമ്മ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അമ്മായിയമ്മ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ഈ കേരളം തന്നെ എടുക്കുക ഒരു എക്സാമ്പിളായിട്ട്. നമ്മുടെ ഇവിടെ 85% ഒരുപാട് ഫാമിലീസിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ചിലവരൊന്നും അത് പുറത്ത് കാണിക്കാറില്ല. ചിലവർ മാത്രം അത് പബ്ലിക്കായിട്ട് പറയുകയും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും അത് ലീഗലി പോവുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, മരുമകൻ അമ്മായിയച്ഛൻ പോരോ അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകൻ ഇഷ്യൂസോ ഒന്നും ഇന്ന് വരെ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അധികം ഒന്നും തന്നെ വന്നിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. കൂടുതലും വന്നിട്ടുള്ളത് ഒന്നുകിൽ നാത്തൂൻ പോര് അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമകൾ പോര്. ഈ ഒരു കാര്യം വേർഡ്സ് മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞും കേൾക്കാറുള്ളൂ കൂടുതലും. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കല്യാണം കഴിച്ച് ഭാര്യ വീട്ടിൽ അധികം നാൾ ഈ ഭർത്താക്കന്മാർ നിൽക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെയും ചിലപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ അമ്മായിയമ്മ മരുമകൻ ഇഷ്യൂസൊക്കെ ആയിട്ട് നമുക്കും പറയാം. അപ്പോൾ ഭാര്യ വീട്ടിൽ അധികവും ഈ പയ്യന്മാർ അധികം നിന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതാണ് മെയിൻ റീസൺ. അപ്പം ഈ പെൺകുട്ടികളുടെ അടുത്ത് അപ്പോൾ അതെന്താ പെൺകുട്ടികൾ ചെന്ന് കയറുന്ന വീട്ടിൽ അത്രയും പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പെൺകുട്ടി പഠിച്ചിട്ട് വരുന്നത് ഒരു 25 വർഷം വരെ അവളുടെ സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്നതായിരിക്കില്ല മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ. അത് ചിലപ്പോൾ അവൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ 1 വർഷമാവും, അല്ലെങ്കിൽ 2 വർഷമാവും, ചിലപ്പോൾ 3-4 വർഷം എടുത്തെന്ന് വരും പരിപൂർണമായിട്ട് മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കേണ്ടത് ആ ഹസ്ബൻഡിൻ്റെ അമ്മ, അതായത് അമ്മായിയമ്മയാണ് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരിക്കൽ മരുമകളായിരുന്നു. ഒരു വീട്ടിലേക്ക് മരുമകളായിട്ട് വന്നതിന് ശേഷമാണ് അവരിപ്പോൾ അമ്മായിയമ്മയുടെ സ്ഥാനമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, വന്നു കയറുന്ന കുട്ടിക്ക് ചിലപ്പം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കാണും. അപ്പോൾ അവൾക്കത് ചിലപ്പോൾ തുറന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ തുറന്നു പറഞ്ഞാൽ അത് വേറെ രീതിയിൽ ടോണിലെടുക്കും. മനസ്സിലായില്ല? അപ്പോൾ ചിലപ്പം മരുമകളിപ്പോൾ പറയുമായിരിക്കും, അമ്മ അതെനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഈ അമ്മായിയമ്മ എടുക്കുന്ന സെൻസ് അത് വേറെ ആയിരിക്കാം. മനസ്സിലായില്ലേ? ഈവൻ ഞാനും ഒരു മരുമകളാണ്, ഞാൻ എൻ്റെ അമ്മായിയമ്മയെ കുറ്റം പറയുന്നു എന്നൊന്നും തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ജസ്റ്റ് കോമൺലി പറഞ്ഞതാണ്. ഒരു ഓൾമോസ്റ്റ് 85% വീട്ടിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ കേരളത്തിലുള്ള അമ്മായിയമ്മമാർ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. അതായത് നമ്മുടെ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ എത്രമാത്രം സന്തോഷവതിയാകുന്നു ആഫ്റ്റർ മാരേജ്, അതുപോലെ തന്നെ അവൾ സന്തോഷിക്കുമ്പോൾ അവളുടെ വീട്ടുകാരും സന്തോഷിക്കുന്നു. അപ്പോൾ അവളുടെ വീട്ടുകാരുടെ ഉള്ളിൽ എന്തായിരിക്കും? എൻ്റെ മകളെ നന്നായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ മരുമകൻ, അത് അവൻ്റെ അച്ഛനും അമ്മയും വളർത്തിയ ഗുണമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ അമ്മായിയമ്മമാരും അല്ലെങ്കിൽ അമ്മായിയച്ഛന്മാർ അല്ലെങ്കിൽ ഇൻലോസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പം ചെക്കൻ്റെ വീട്ടിലാവാം, പെൺകുട്ടിയുടെ വീട്ടിലാവാം, ആരുടെ ആണെങ്കിലും ഇൻലോസ് ഈ ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് ഓൾമോസ്റ്റ് പൂർണ്ണമായും തീരും. അതുപോലെ തന്നെ ചെന്ന് കയറുന്ന മരുമകൾ സ്വന്തം അമ്മയെ പോലെ തന്നെ കാണണം എന്നൊന്നും ഞാൻ പറയത്തില്ല. അമ്മയെ പോലെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാര്യമായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങും. അമ്മ അങ്ങനെയല്ലേ, അമ്മ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്രയും കാര്യമായിട്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, നമ്മുടെ അമ്മായിയമ്മമാർക്ക് അതിങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം മരുമകളായിട്ട് തന്നെ നിൽക്കുകയും അമ്മായിയമ്മയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ഫാമിലി പ്രോബ്ലംസിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും. മനസ്സിലായില്ലേ? ഈ അമ്മായിയമ്മ മരുമകളെ മകളായിട്ട് കാണുന്നു, എൻ്റെ മകളെ എന്നും കാട്ടി സ്നേഹിക്കുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മരുമകളെ മരുമകളായിട്ട് കാണുന്നു,
മരുമകളായിട്ട് സ്നേഹിക്കും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മരുമകൾ എന്താണോ, മരുമകളും അമ്മായിയമ്മയുടെ സ്ഥാനത്ത് കാണുക, ഭർത്താവിൻ്റെ അമ്മയാണ് എന്നുള്ളൊരു കാര്യം കണ്ട് അങ്ങ് സ്നേഹിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അമ്മായിയമ്മ മരുമകൾ ഇഷ്യൂസ് മാറ്റാനുള്ള മെയിൻ ഈസിയസ്റ്റ് മാർഗം. അപ്പം ഈ ഒരു കാര്യങ്ങൾ ഏതൊരു അമ്മായിയമ്മയും അതുപോലെ തന്നെ മരുമകളും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം സ്വന്തം മകളായിട്ട് കാണുമ്പോഴത്തേക്ക് ഇവളെൻ്റെ വീട്ടിലുള്ളതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയറി സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ അമ്മയല്ലേ എനിക്കിങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അത് അമ്മായിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അപ്പം നമ്മൾ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ് എന്ന് അമ്മായിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ അമ്മയല്ല അമ്മായിയമ്മയാണ് എന്ന് പെൺകുട്ടികളും ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീരുന്നു. അപ്പോൾ പുതിയ പുതിയ ടിപ്സ് ഇതുപോലത്തതല്ല, കുറച്ചും കൂടെ മെച്ചപ്പെട്ടത് എന്തെങ്കിലും ടിപ്സുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇതൊന്ന് ചിന്തിച്ചും കൂടെ പ്രവർത്തിക്കാൻ നോക്കണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.